അശ്വതി, ഭരണി, കാർത്തികകാല്, മേടം രാശി. ഈ മേടം രാശിക്കാരെക്കുറിച്ച് ചിന്തിക്കുമ്പോഴത്തേക്കും നമ്മൾ മറ്റുള്ളവരെ നോക്കി നമ്മൾ ജീവിക്കാൻ പാടില്ല. നമുക്ക് നമ്മളുടേതായ നമ്മുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ, ആ ആഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതിനുള്ള ഒരു പ്രവർത്തനം, പിന്നെ എപ്പോഴും നമ്മൾ സന്തോഷം കണ്ടെത്താൻ, നമ്മളുടെ മുഖത്തെങ്കിലും നമ്മൾ ആ ഒരു സന്തോഷം കാത്തു സൂക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കുക. നമ്മൾ എപ്പോഴും ഒരു ചിരിച്ച മുഖം നമ്മളിൽ ഉണ്ടാവാനായിട്ട് നമ്മളൊരു ശ്രദ്ധ നമ്മൾ കൊടുക്കുക. നമ്മുടെ കുടുംബത്തിൽ അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം 2025. അപ്പം നമുക്ക് ആ ഒരു മനസ്സിനെ നല്ല സന്തോഷമായിട്ട് നമുക്ക് വയ്ക്കുക. അപ്പം നമ്മുടെ കുടുംബത്തിനും സന്തോഷം ഉണ്ടാവും. നമ്മൾ അവരെ ഉപദേശിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമ്മൾ സ്നേഹപൂർണ്ണമായിട്ട് നമ്മുടെ അമ്മയാണേലും അച്ഛനെയാണേലും ഭാര്യയാണേലും കുട്ടികളെയൊക്കെ സ്നേഹത്തോടെ അവരോട് ഉപദേശിച്ചും സന്തോഷിച്ചും നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങളും നമ്മളുടേതായിട്ടുള്ള വിഷമങ്ങളുമെല്ലാം പങ്കുവെച്ച് നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ 2025 ഈ രാശിക്കാർക്ക് വളരെ നല്ലതായിരിക്കും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളുടേതായിട്ടുള്ള കാരണം നിങ്ങൾക്ക് പല ഉന്നത പദവികളും ലഭ്യമാകാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അതുപോലെ പല ഉത്തരവാദിത്തങ്ങളും, ഇപ്പോൾ കുടുംബത്താണെങ്കിൽ തന്നെ നിങ്ങളുടെ കുടുംബക്കാരനവരെന്നുള്ള നിലയ്ക്ക് തന്നെ നിങ്ങൾക്ക് പല ഉത്തരവാദിത്തങ്ങളും ഉണ്ടാവാം. നിങ്ങളുടെ ഔദ്യോഗിക ജീവിതത്തിലാണേലും നിങ്ങൾക്ക് പല ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വരാം. അപ്പം അതിന് നമ്മൾ സമചിത്തതയോടെയും അതിന് വേണ്ടുന്നതായിട്ടുള്ള ആ സമയമെടുത്തും അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് നമുക്കത് വിജയിക്കാനായിട്ട് സാധിക്കും. മറ്റു പലരും നമ്മൾ ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ നമ്മൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതോ ഒന്നും നമ്മളുടെ പ്രവൃത്തി പദത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലോ നമുക്കൊരു കാരണമായി തീരരുത്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മളുടേതായിട്ടുള്ള ആചാരപ്രകാരമുള്ള വിശ്വാസങ്ങളിൽ ഊന്നി, അല്ലെങ്കിൽ യാതൊരു വിശ്വാസം ഇല്ലെങ്കിൽ പോലും നമ്മളെ തന്നെ ഒരു വിശ്വാസത്തിലെടുത്ത് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു വർഷക്കാലം നല്ല ജീവിതം സാധ്യമാകും.